class of Jolly Tutorials. In the class 9th maths നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ പോളിനോമിയൽസ് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് സീറോസ് ഓഫ് എ പോളിനോമിയൽ. സോ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ, പിന്നെ പോളിനോമിയലിന്റെ ഡിഗ്രി, കോഎഫിഷ്യന്റ്, ടേംസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചായിരുന്നു ജനറൽ ആയിട്ടുള്ള. ഇനി നമ്മൾ ഒരു പോളിനോമിയലിന്റെ സീറോ എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുക ഒരു പോളിനോമിയലിന്റെ എക്സാമ്പിൾ കൂടെ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് വി ആർ കൺസിഡറിങ് എ പോളിനോമിയൽ p of x equal to 5x cube minus 2x square plus 3x minus 2. ഞാനിത് വേറെ കളറിൽ എഴുതാനൊരു റീസൺ ഉണ്ട്. പക്ഷെ ഇത് നോർമൽ ആയിട്ട് ഒരു പോളിനോമിയൽ ആണെന്നേ ഉള്ളൂ. p of x equal to 5x cube minus 2x square plus 3x minus 2. ഇതാണ് നമ്മളുടെ പോളിനോമിയൽ. ഇത് ഈ പോളിനോമിയലിന്റെ പേരാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ പോളിനോമിയലിന് എളുപ്പത്തിന് വേണ്ടി നമ്മളൊരു പേരിട്ട് വിളിക്കും. അത് p of x അല്ലെങ്കിൽ q of x അങ്ങനെയൊക്കെ ആയിരിക്കും. ഇവിടെ x ഉള്ളതുകൊണ്ടാണ് ഇത് p of x ആയത്. ഇവിടെ ഇപ്പോൾ ഇത് t cube, t square, t ആണെങ്കിൽ ഇത് p of t ആയേനെ. അതെല്ലാവരും ഓർത്ത് വെക്കണം. So now what we are going to do is that if we replace x by 1, നമ്മൾ ഈ x ഉള്ള എല്ലാ സ്ഥലത്തും xന് പകരം ഞാൻ 1 എന്ന് എഴുതാൻ പോയി പോളിനോമിയലിൽ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? p of 1, xന് പകരം 1, p of 1 equal to 5x cube, 5 into 1 cube, minus 2x square, minus 2 into 1 square, plus 3x, 3 into 1, minus 2. ഇതെന്താ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 5 into 1 cube എന്ന് പറയുമ്പോൾ 1 തന്നെയല്ലേ. സോ 5 into 1 5, 2 into 1 square എന്ന് പറയുമ്പോൾ അതും 1 തന്നെ. സോ 2 into 1 2, plus 3 into 1 3, minus 2, 5 minus 2 3, 3 plus 3 6, 6 minus 2 4. അപ്പൊ നമുക്ക് p of 1ന്റെ വാല്യൂ ഇവിടെ 4 എന്ന് കിട്ടും. p of x എന്ന് പറഞ്ഞ ഈ ഒരു പോളിനോമിയലിനകത്ത് നമ്മൾ എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് p of 1ന്റെ വാല്യൂ 4 എന്ന് കിട്ടും. Now if we substitute or if we replace x by 0, xനെ നമ്മൾ 0 വെച്ച് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? p of 0 equal to 5 into 0 cube minus 2 into 0 square plus 3 into 0 minus 2. ഇവിടെ x ഉള്ള എല്ലാ സ്ഥലത്തും xന് പകരം ഞാൻ 0 ഇട്ട് കൊടുക്കുക. സോ ഇത് എന്ത് കിട്ടും? 5 into 0 cube എന്ന് പറയുമ്പോൾ 0 തന്നെ, 5 into 0 0, minus 2 into 0 square എന്ന് പറയുമ്പോൾ അതും 0 തന്നെ. സോ 2 into 0 0, plus 0, 3 into 0 0, minus 2. So 0 minus 0 0, 0 plus 0 0, 0 minus 2, we get negative 2. So p of 0യുടെ വാല്യൂ നമുക്ക് കിട്ടുന്നതിനകത്ത് negative 2. ഇനി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ ചെയ്ത് നോക്കാം. ഇത് എങ്ങനെ ചെയ്യുമെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ എക്സിനെ -1 വെച്ച് റീപ്ലേസ് ചെയ്യാൻ പോവാം. അപ്പൊ നമുക്ക് p of -1 എത്ര കിട്ടും? 5 into -1 the whole cube minus 2 into -1 the whole square plus 3 into -1 minus 2. ഇനി നമുക്കിത് സോൾവ് ചെയ്യണം. -1 ക്യൂബ്, -1നെ 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യണം. -1 into -1, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് അല്ലേ. സോ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് +1 കിട്ടും. ബാക്കി ഇനി എന്താ? +1 into -1, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, ആൻസർ നെഗറ്റീവ് ഇത്. സോ ആൻസർ വുഡ് ബി -1. -1 ക്യൂബിന്റെ ആൻസർ -1. സോ 5 into -1 minus 2 into -1 സ്ക്വയറിന്റെ ആൻസർ എന്താ? +1. സോ 2 minus 2 into 1 plus 3 into -1 minus 2. ഇനി ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 5 into -1 -5, minus 2 into 1 2, plus 3 into -1 minus 3 അല്ലേ. ഇവിടെ പ്ലസ് -3 എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് -3 എന്ന് വേണമെങ്കിൽ എഴുതാം. -2. സോ ഇത് സോൾവ് ചെയ്യുമ്പം -5 minus 2, നമ്മൾ ആ റൂള് വെച്ചിട്ട് നമുക്ക് -7 കിട്ടും. -7 പ്ലസ് -3 minus 2. സോ -7 minus 3 എന്ന് പറയുമ്പം ഇത് നെഗറ്റീവും നെഗറ്റീവ് തന്നെ, രണ്ട് നെഗറ്റീവ്സ് ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് തന്നെ കിട്ടുന്നത്. സോ -10 minus 2
വീണ്ടും -10 - 2 എന്ന് പറയുമ്പോൾ നമ്മൾ റൂൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടും -12. സോ ഇതിന്റെ വാല്യൂ ആണ് -12. സോ നമ്മൾ ഈ ഒരു പോളിനോമിയലിനകത്ത് എക്സിന് പകരം -1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ -12. സോ ഇങ്ങനെയാണ് ഒരു പോളിനോമിയലിനകത്ത് ഏതെങ്കിലും എക്സിന് പകരം അല്ലെങ്കിൽ ഏതെങ്കിലും വേരിയബിളിന് പകരം ഒരു നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ അതിന്റെ പോളിനോമിയലിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഈ ഒരു മെത്തേഡ് വെച്ചാണ്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു പോളിനോമിയലിനകത്ത് ഒരു നമ്പർ എക്സിനെ അല്ലെങ്കിൽ വേരിയബിളിനെ റീപ്ലേസ് ചെയ്ത് ഒരു നമ്പർ ഒരു റിയൽ നമ്പർ നമ്മൾ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കുന്നതെന്നാണ് പഠിച്ചത്. ഇനി നമുക്ക് സീറോസ് ഓഫ് പോളിനോമിയൽ എന്ന കോൺസെപ്റ്റിലോട്ട് പോകാം. ഫസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 എന്നാണ്. എന്നിട്ട് ചുമ്മാ പി ഓഫ് 1 എന്താണ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. പി ഓഫ് 1 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സിന്റെ സ്ഥാനത്തെല്ലാം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ പി ഓഫ് 1 ഈക്വൽ ടു 1 - 1 വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ പി ഓഫ് 1ന്റെ വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടി. നമ്മൾ മുമ്പേ ചെയ്ത എക്സാമ്പിൾസിനകത്തൊക്കെ ഒരെണ്ണം -12 കിട്ടിയായിരുന്നു. അങ്ങനെ നമുക്ക് വാല്യൂസ് ഓരോന്നോരോന്ന് കിട്ടി. 0 ഇതുവരെയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം ഈ ഒരു കേസിനകത്ത് ഈ പോളിനോമിയലിനകത്ത് നമ്മൾ 1 ഇട്ട് കൊടുത്തപ്പം എക്സിന് പകരം നമ്മൾ 1 ഇട്ട് കൊടുത്തപ്പം ഈ പോളിനോമിയലിന്റെ വാല്യൂ എത്രയായി? 0 ആയി. So as the polynomial's value is equal to 0, we say that 1 ഇവിടെ ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ 1 ഉണ്ടല്ലോ, ഈ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴല്ലേ ഈ പോളിനോമിയലിന്റെ വാല്യൂ 0 ആയി കിട്ടിയത്. സോ വി സേ ദാറ്റ് 1 is the 0 of the polynomial p of x. 1 is the 0 of the polynomial p of x. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. നമ്മൾ വേരിയബിളിന് പകരം ഏതെങ്കിലും ഒരു നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ആ പോളിനോമിയലിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് നമുക്ക് ഫൈനൽ വാല്യൂ 0 ആയിട്ട് കിട്ടി എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഫൈനൽ വാല്യൂ 0 ആയിട്ട് കിട്ടുവാണെങ്കിൽ നമ്മൾ ആ വേരിയബിളിന് പകരം, അതായത് എക്സിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആ ഒരു നമ്പർ ഉണ്ടല്ലോ, that number is known as the 0 of that polynomial. കാരണം ആ നമ്പർ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എൻ്റെ പോളിനോമിയലിന്റെ വാല്യൂ 0 ആയിപ്പോയി. സോ ദാറ്റ് നമ്പർ ഇസ് കോൾഡ് ദ 0 ഓഫ് ദ പോളിനോമിയൽ. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. q of x equal to x minus 2. ഇതെൻ്റെ സെക്കൻഡ് പോളിനോമിയൽ. അപ്പം ഞാൻ ഇവിടെ ചുമ്മാ p of 2 എന്താണെന്ന് കണ്ടുപിടിക്കാൻ, അപ്പോൾ എക്സിന് പകരം ഒക്കെ ഞാൻ 2 ഇട്ട് കൊടുക്കണം. p of 2 എന്തായിരിക്കും? എക്സിന് പകരം 2 ഇടണം, -2. 2 - 2 നമുക്ക് കിട്ടും വാല്യൂ 0. സോ ദാറ്റ്ഫോർ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആസ് നമ്മൾ 2 ഇട്ട് കൊടുത്തപ്പം ഈ പോളിനോമിയലിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് we will call 2 is the 0 of the polynomial q of x. ഇനി നിങ്ങളിപ്പോൾ ഓർക്കുക എന്തുകൊണ്ട് ഇപ്പം 0 മാത്രമുള്ള വരുന്ന വാല്യൂസ് നോക്കുന്നത്. ഈ ഇത് p അല്ല കേട്ടോ, ഇത് q ആ. ഐ എം സോറി. ഈ ഇതിന് പകരം ഞാനിപ്പം 1 ഇട്ട് കൊടുക്കുകയാണ്. നോക്ക്, q of 1 ഈക്വൽ ടു എത്രയാണ്? 1 - 2 വിച്ച് ഇസ് ഈക്വൽ ടു -1. സോ 1 ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ പോളിനോമിയലിന്റെ വാല്യൂ -1 ആയി. സോ 1 cannot be called as the 0 of the polynomial. ഒരു നമ്പർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന നമ്പർ 0 ഓഫ് ദ പോളിനോമിയൽ ആവണമെങ്കിൽ എന്താവണം? ആ പോളിനോമിയലിനകത്ത് ആ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ വാല്യൂ 0 ആയി മാറണം. സോ ഇതിനകത്ത് നമ്മൾ 2 ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിന്റെ വാല്യൂ 0 ആവുന്നത്. സോ 2 is the 0 of this polynomial q of x. ഇൻ ജനറൽ ഇനി നമ്മൾ ഇതിപ്പോൾ ഓരോരോ പോളിനോമിയൽസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇൻ ജനറൽ ഒരു പോളിനോമിയൽ എടുക്കുക, p of x. ഈ p of x എന്ന് പറഞ്ഞ പോളിനോമിയലിനകത്ത് എൻ്റെ കയ്യിൽ c എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്. സോ ഞാൻ p of c കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് വാല്യൂ 0 ആയിട്ട് കിട്ടി. നമ്മളുടെ പോളിനോമിയൽ p of x ആണ്. നമ്മളുടെ കയ്യിൽ ഒരു നമ്പർ ഉണ്ട് c. ഞാൻ എക്സിന് പകരം c സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം p of c കണ്ടുപിടിച്ചപ്പോൾ അതിന്റെ വാല്യൂ 0 ആയിട്ട് കിട്ടി. സോ എനിക്ക് പറയാൻ പറ്റുള്ളൂ c is the 0 of p of x. c is the 0 of p of x. നമ്മളുടെ p of x പോളിനോമിയൽ c എന്ന് പറഞ്ഞ നമ്പർ ഞാൻ എക്സിന് പകരം c എന്ന് പറഞ്ഞ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്തപ്പം നമുക്ക് ഈ p of c ഈ പോളിനോമിയലിന്റെ വാല്യൂ എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ c നെ എന്താണെന്നാ പറയുന്നത്? c is the 0 of the polynomial p of x. സോ ഇതാണ് 0 of the polynomial എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. സോ ഇപ്പം വരെ നമ്മൾ കണ്ടത്
നമ്മൾക്ക് പോളിനോമിയൽ തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട നമ്പർ തന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചാൽ മതി അത് പോളിനോമിയലിൻ്റെ വാല്യൂ 0 ആണോ അല്ലയോ. 0 ആണെങ്കിൽ ആ ഒരു നമ്പർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന നമ്പർ പോളിനോമിയലിൻ്റെ 0 ഓഫ് ദ പോളിനോമിയൽ ആയിരിക്കും. അല്ല ഇപ്പം നമ്മളുടെ പോളിനോമിയൽ സോൾവ് ചെയ്ത് വരുമ്പം പോളിനോമിയലിൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത നമ്പർ ഇസ് നോട്ട് 0 ഓഫ് ദ പോളിനോമിയൽ. ഇത്രയും വരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ കുറച്ചും കൂടെ ഇതിനെ വേറൊരു രീതി നോക്കാൻ പോവാം. നമുക്ക് പോളിനോമിയൽ തന്നിട്ടുണ്ട് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1. നമ്മളോട് അവർ ഇങ്ങോട്ട് ചോദിക്കും വാട്ട് ഈസ് ദ 0 ഓഫ് ദ പോളിനോമിയൽ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ 0 ഓഫ് ദ പോളിനോമിയൽ എവിടെ നമ്മൾ ഏത് നമ്പറാണെന്ന് കണ്ടുപിടിക്കും. നമ്മൾ വീണ്ടും ഓരോ നമ്പർ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആണെന്ന് നോക്കണമെങ്കിൽ അത് ഒത്തിരി ലെന്തി പ്രോസസ്. ഇങ്ങനത്തെ കുഞ്ഞു പ്രോബ്ലത്തിലൊക്കെ അത് എളുപ്പം കണ്ടുപിടിക്കാം. പക്ഷെ വലിയ പോളിനോമിയൽ തന്നെ അത് ഒത്തിരി ലെന്തി പ്രോസസ്സാണ്. സോ വാട്ട് ഷുഡ് വി ഡു? നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് സച്ച് ദാറ്റ് പി ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ് അല്ലേ. നമ്മളിപ്പോൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഈ പി ഓഫ് എക്സിന് പകരം ഇവിടെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഇടും. ഇപ്പം അത് എ ആണെന്ന് വെക്കുക. അപ്പം എക്സിന് പകരം നമ്മൾ എ മൈനസ് 1 എന്ന് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ a is a 0 of the polynomial. If this is not equal to 0, then a is not a 0 of the polynomial. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾക്ക് ജസ്റ്റ് പോളിനോമിയൽ മാത്രം തന്നേക്കുക. പോളിനോമിയലിൻ്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് ഇവർ ചോദിക്കുക ഇതിൻ്റെ 0 എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. വി ഹാവ് ടു ഫൈൻഡ് ദ 0 ഓഫ് ദിസ് പോളിനോമിയൽ. സോ എപ്പോഴാണ് ഒരു നമ്പർ 0 ഓഫ് ദ പോളിനോമിയൽ ആവുന്നത്? അതിൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആയാലല്ലേ 0 ഓഫ് ദ പോളിനോമിയൽ ആവത്തുള്ളൂ. So what should we do in this case when we have to find the 0 of the polynomial? We equate p of x equal to 0. നമുക്ക് അറിയാൻ മേല ഏത് നമ്പറാണ് 0 of the polynomial. So what should we do? We equate p of x. ആ പോളിനോമിയൽ എന്താണ് നമുക്ക് തന്നേക്കുന്ന പോളിനോമിയൽ അതിനെ ഈക്വൽ ടു 0 എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ഈ സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? എക്സ് മൈനസ് 1. സോ വി ഗെറ്റ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 നമ്മൾ ഇക്വേറ്റ് ചെയ്തതനുസരിച്ച്. ഇനി ഇവിടെ 1 നെഗറ്റീവ് സൈൻ ആണ്. സോ ഇതിനെ ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട്, ഇപ്പം ഇത് ലെഫ്റ്റ് സൈഡില്ല, ഞാൻ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ഈ നെഗറ്റീവ് പോസിറ്റീവ് ആകും. അതാണ് നമ്മുടെ റൂൾ. സോ വി ഗെറ്റ് എക്സ് ഈക്വൽ ടു പോസിറ്റീവ് 1. എക്സിൻ്റെ വാല്യൂ 1 ആയിട്ട് കിട്ടും. സോ ദെയർഫോർ വി ക്യാൻ സേ ദാറ്റ് 1 is the 0 of p of x. 1 is the 0 of p of x. അത് നമ്മൾ കണ്ടുപിടിച്ച രീതിയാണ് ഇത്. 0 ഓഫ് ദ പോളിനോമിയൽ. ഇത് കുറേ കൺഫ്യൂഷൻ ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് പഠിച്ചാൽ നിങ്ങൾക്കിത് കയ്യിൽ കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി നമ്മൾ വേറൊരു കോൺസെപ്റ്റിലോട്ട് പോവാം. 1നെ 0 എന്നും വിളിക്കാം. 1 is also known as root. അപ്പം അത് ഏത് കേസിലാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഈ ഇക്വേറ്റ് ചെയ്തില്ലേ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന്, ഇത് ഇക്വേറ്റ് ചെയ്യുമ്പം ഇതൊരു ഇക്വേഷനായി മാറത്തില്ല. സോ ഈ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ എഴുതുന്ന അതാണ് പോളിനോമിയൽ ഇക്വേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പം ഈ ഒരു ഇക്വേഷൻ്റെ പേര്, ഒരു സ്പെസിഫിക് പേരുണ്ട്. ആ പേരാണ് പോളിനോമിയൽ ഇക്വേഷൻ. സോ നമ്മൾ ഈ പോളിനോമിയൽ ഇക്വേഷൻ്റെ ശരിക്കും റൂട്ട് അല്ലേ കണ്ടുപിടിച്ചത്. നമ്മൾ ഈക്വൽ ടു 0 ഇട്ടിട്ട് ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പം ആക്ച്വലി ഇത് ഈ ഇക്വേഷൻ്റെ റൂട്ട് ആണെന്നാണ് നമ്മൾ പറയുന്നത്. സോ ഈ പോളിനോമിയൽ ഇക്വേഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഈ പോളിനോമിയൽ ഇക്വേഷൻ്റെ റൂട്ട് ആണ് 1. സോ വി ക്യാൻ സേ ദാറ്റ് 1 ഈസ് ദ റൂട്ട് ഓഫ് പോളിനോമിയൽ ഇക്വേഷൻ. സോ ദെയർഫോർ നമുക്ക് ഈ ഇങ്ങനത്തെ പ്രോബ്ലത്തിനകത്ത് 2 രീതിയിൽ പറയാൻ പറ്റും. ഒന്നെങ്കിൽ we can say that 1 is the 0 of the polynomial x minus 1. നമ്മളുടെ പോളിനോമിയൽ എന്താ? p of x equal to x minus 1. സോ ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിച്ചു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ p of 1ൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആണെന്ന്. സോ we can say that 1 is the 0 of the polynomial. ഇനി നമ്മൾ ചെയ്ത സെക്കൻഡ് രീതി നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടി. അപ്പം ഇങ്ങനെ കിട്ടുമ്പോൾ വാട്ട് ക്യാൻ വി സേ? 1 ഇസ് ദ റൂട്ട്, 0 അല്ല, 1 ഇസ് ദ റൂട്ട് ഓഫ് ദ പോളിനോമിയൽ
ഇക്വേഷൻ, പോളിനോമിയൽ ഇക്വേഷൻ എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. ഇതാണ് നമ്മളുടെ പോളിനോമിയൽ ഇക്വേഷൻ. സോ 1നെ നമുക്ക് we can say that 1 is the root of the polynomial equation or 1 is the 0 of the polynomial. I know this is a bit confusing, പക്ഷേ you have to just understand the concept. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ ഈസി ആകും. ഞാൻ അത് ഇവിടെ ഒന്ന് എഴുതാം. ഈ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ ഇപ്പം നിങ്ങൾ പഠിക്കുക, കാരണം അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. നമ്മളുടെ 1 എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി root of equation എന്താണ്? P of x equal to 0 or x minus 1 equal to 0. Okay, or 1 can be 0 of the polynomial P of x or x minus 1. ഒരേ ഒരു ഡിഫറൻസ്, 1 എപ്പോഴാണ് റൂട്ട് ആവുന്നത്? പി ഓഫ് എക്സ് ഈക്വൽ ടു 0 നമ്മളൊരു ഇക്വേഷനായി ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് 1 റൂട്ട് ആവുന്നത്. പക്ഷെ 1 എപ്പോഴാണ് 0 ആവുന്നത്? നമ്മൾ പോളിനോമിയലിന്റെ 0 ആണ് 1, ഈ പോളിനോമിയൽ ഇക്വേഷന്റെ റൂട്ട് ആണ് 1. ഈ ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. ഒന്നും കൂടി ഞാൻ അത് പറയാം. പോളിനോമിയൽ ഇക്വേഷന്റെ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് പോളിനോമിയൽ ഇക്വേഷനാണ്. പോളിനോമിയൽ ഇക്വേഷന്റെ റൂട്ട് ആണ് 1 ആൻഡ് പോളിനോമിയൽ പി ഓഫ് എക്സ്, പോളിനോമിയലിന്റെ 0 ആണ് 1 ഈ കേസിൽ. ഇങ്ങനെ ഇനി പല കേസുകളും മുമ്പോട്ടുണ്ട്. സോ ഈ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് കേസ് നിങ്ങൾ നന്നായിട്ട് ഇപ്പോൾ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. എന്നാലും മുമ്പോട്ട് വലിയ വലിയ പോളിനോമിയൽസ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എൻ്റെ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ 2 നോട്ടുണ്ട്, നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഇസ് ദാറ്റ് ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയലിന് എടുക്കാൻ, കാരണം 0 വരുവാണെങ്കിൽ അതിന് വേറൊരു സ്പെഷ്യൽ പേരുണ്ട്, സീറോ പോളിനോമിയൽ. സോ സീറോ പോളിനോമിയൽ ഇസ് എ കോൺസ്റ്റന്റ് പോളിനോമിയൽ ബട്ട് ഇറ്റ്സ് എ ലിറ്റിൽ സ്പെഷ്യൽ. സോ ഇപ്പം ഫസ്റ്റ് നോട്ട് നമ്മൾ ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയലിനെ കുറിച്ച് പറയുന്നത്. അതിന്റെ 0 എന്താണ്? എ നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഹാസ് നോ 0. അതിന് നിങ്ങൾക്ക് 0 കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആ ഒരു കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ എക്സിനകത്ത് നിങ്ങൾ ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും നമുക്ക് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫോമിൽ കിട്ടത്തില്ല. അതിപ്പം കാണിച്ചു തരാം. 5 ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണല്ലോ, അതിന് നമ്മൾ എങ്ങനെ പോളിനോമിയൽ എന്നുള്ള ഫോമിൽ എഴുതുന്നത്? 5x raised to 0. x raised to 0 എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ 1 ആയതുകൊണ്ട് 5 into 1 നമുക്ക് ആൻസർ 5 തന്നെ കിട്ടും. ഇപ്പം ഈ എക്സിന് പകരം ഏതെങ്കിലും ഒരു നമ്പർ റീപ്ലേസ് ചെയ്ത് നമ്മൾക്ക് ഈ കോൺസ്റ്റന്റ് പോളിനോമിയലിനെ 0 ആക്കിയാലല്ലേ ആ ഒരു നമ്പറിനെ നമുക്ക് 0 ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ആക്കണം, പി ഓഫ് എക്സ് ഈക്വൽ ടു 5, നമ്മളുടെ പോളിനോമിയൽ 5 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0. 5 ഈക്വൽ ടു 0 എന്നുള്ളൊരു കണ്ടീഷൻ ആക്കണം നമ്മൾ. അത് പോസിബിൾ ആണോ? 5 എപ്പോഴെങ്കിലും 0 ഈക്വൽ ആകുമോ? ഇല്ല. പക്ഷേ ഇതിനെ ഞാൻ അല്ലാതെ തന്നെ പ്രൂവ് ചെയ്ത് കാണിക്കാം. ഇപ്പം ഇങ്ങനെയാണല്ലോ നമ്മൾ കോൺസ്റ്റന്റ് പോളിനോമിയൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഈ എക്സിന് പകരം ഏതൊരു നമ്പർ ഞാൻ റീപ്ലേസ് ചെയ്യുകയാണെന്ന്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ എക്സിന് പകരം 3 റീപ്ലേസ് ചെയ്യും. അപ്പം എങ്ങനെയാകും? 5 into 3, എക്സിന് പകരം 3 raised to 0 which is equal to 5 into any number raised to 0 is 1 which is equal to 5. This is not equal to 0. അപ്പം നോക്കും നമുക്ക് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 കിട്ടിയോ? ഇല്ല. ഇപ്പം ഈ 3ക്ക് പകരം ഞാനൊരു 10 ഇട്ട് നോക്കും. അപ്പോൾ 5 into 10 raised to 0 എന്ന് കിട്ടും, which is equal to 5 into 1, കാരണം 10 raised to 0 1, which is equal to again 5, not equal to 0. So ഏതൊരു നമ്പർ ഇട്ടാലും we won't get the condition like p of x equal to 0. അതുകൊണ്ട് a non-zero constant polynomial has no 0. It doesn't have any 0. Okay? ഇനി every real number is a 0 of the 0 polynomial. ഞാൻ പറഞ്ഞായിരുന്നു 0 എന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്, പക്ഷെ അതിന് നമ്മൾ പ്രത്യേക ഒരു പേര് കൊടുത്തിട്ടുണ്ട്, 0 പോളിനോമിയൽ. സോ എല്ലാ റിയൽ നമ്പറും ഇത് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. എവ്രി റിയൽ നമ്പർ, ഏതൊരു റിയൽ നമ്പർ എടുത്താലും ആ റിയൽ നമ്പർ ഒക്കെ ഈ 0 പോളിനോമിയലിന്റെ 0 ആണ്. 0 പോളിനോമിയലിന്റെ 0 ആണ്. ഇറ്റ് സൗണ്ട്സ് ഫണ്ണി ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് ഇസ് വാട്ട്. കാരണം പി ഓഫ്
നമ്മളുടെ സീറോ പോളിനോമിയലിന്റെ കണ്ടീഷൻ എടുക്കുവാണെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോയാ. ഇതാണ് നമ്മളുടെ സീറോ പോളിനോമിയൽ സീറോ. സോ ഇതൊരു കോൺസ്റ്റന്റ് പോളിനോമിയൽ. ഇപ്പൊ ഞാൻ 5 എന്നൊക്കെ എഴുതിയേക്കുന്ന പോലെയാണ് ഇപ്പൊ ഈ 0 എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, അല്ലാതെ ഇത് കണ്ടീഷൻ അല്ല. ഇത് ഞാൻ ഈ 5 എഴുതുന്ന നമ്മുടെ സീറോ പോളിനോമിയലിനെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ 0. സോ 0x⁻0 എന്നല്ല ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഒരു കണ്ടീഷനിലോട്ട് എത്തിക്കണം. ഇത് ഇച്ചിരി കൺഫ്യൂസിംഗ് ആണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഇതിപ്പം ഇങ്ങനെയാണ് പ്രൂഫ് എന്നൊന്നും പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്, ഇല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. ജസ്റ്റ് ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. കാരണം എവറി റിയൽ നമ്പർ, ഏതൊരു റിയൽ നമ്പർ എടുത്താലും അത് സീറോ പോളിനോമിയലിന്റെ 0 ആണ്. സോ നമുക്ക് വേണ്ടത് ഈ കണ്ടീഷൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഇപ്പൊ ഞാൻ എക്സിന് പകരം 1 എടുക്കുക. സോ 0 × 1⁻0 ഈക്വൽ ടു 0. അല്ല, 0 × 1⁻0 കണ്ടുപിടിക്കണം. 0 × 1 which is equal to 0. സോ നമ്മളുടെ ലെഫ്റ്റ് സൈഡ് നമ്മൾ സോൾവ് ചെയ്തപ്പം അത് റൈറ്റ് സൈഡിനോട് ഈക്വൽ ആയിട്ട് വരും. ഇപ്പൊ ഈ 1ന് പകരം ഞാൻ x ഈക്വൽ ടു 3 ഇട്ട് കൊടുക്കുക. അപ്പം 0 × 3⁻0 എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കണം. which is equal to 0 × 1 again which is equal to 0. സോ വീണ്ടും ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്നുള്ള കണ്ടീഷൻ വന്നേക്കും. അങ്ങനെ എക്സിന് പകരം ഏതൊരു റിയൽ നമ്പർ നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും നമുക്ക് അതിൻ്റെ ഒക്കെ വാല്യൂ 0 ആയിട്ട് കിട്ടും. ബിക്കോസ് ഇവിടെ ഒരു 0 ഉണ്ട്. സോ എനി നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആൻസർ 0 കിട്ടാൻ പോകുന്നുള്ളൂ. സോ വി ഹാവ് ടു റിമെമ്പർ ദീസ് 2 പോയിന്റ്സ്. ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയലിന് 0 ഇല്ല. അങ്ങനെ ആ ഒരു പോളിനോമിയലിന് 0 കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു സീറോ പോളിനോമിയലിന്റെ 0 എന്ന് പറയുന്നത് എവ്രി റിയൽ നമ്പർ is a 0 of the zero polynomial. So I know it's confusing. ഇത് ഏത് 0 ഉദ്ദേശിക്കുന്നത്, ഇത് എവിടുത്തെ 0 ഉദ്ദേശിക്കുന്നത്. But once you get a clear idea about this concept, once you learn this again and again, you will get a clear picture. That's it for today's class. I hope you have a good day and bye until we meet in the next class.